ഈ സ്ക്രീനിൽ കാണുന്ന കമൻറ്റ് എല്ലാവരും ഒന്ന് വായിക്കണം. ഇത് വായിച്ച് കേൾപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഈ കമൻറ്റ് അങ്ങേയറ്റം മ്ലേച്ഛവും അറപ്പുളവാക്കുന്നതുമാണ്. ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു ജീവനെക്കുറിച്ച് പോലും ഇത്രയും നീചവും അശ്ലീലവുമായ രീതിയിൽ ചിന്തിക്കാനും അത് എഴുതി പിടിപ്പിക്കാനും ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി സമൂഹത്തിന് തന്നെ ഭീഷണിയാണ്. മനുഷ്യനായി പിറന്ന ഒരാൾക്കും മുഖം ചൊളിക്കാതെ ഈ കമൻറ്റ് വായിക്കാൻ കഴിയില്ല. ഈ കമൻറ്റ് മറ്റൊരു ചാനലിൽ അല്ലേ വന്നത്? എന്തുകൊണ്ട് അതിന് തൊട്ടി വിമർശിക്കണം എന്ന ചിന്ത ആരുടെയെങ്കിലും മനസ്സിൽ വന്നാൽ അറിയുക. സംസ്കാര ശൂന്യരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത് അവളുടെ ചാനൽ വഴിയാണ്. അവളുടെ ചാനലിൻ്റെ സംസ്കാരം അവിടെ വരുന്ന കമൻറ്റുകളിൽ വ്യക്തമാണ്. തൊട്ടിയുടെ ചാനൽ ഇതുപോലെ വൃത്തികെട്ട ചിന്തയുള്ളവരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം മനസ്സിലെ വൈകൃതം പങ്കുവയ്ക്കാൻ ഒരു പാപസംഗീതം. അതിന് ചുക്കാൻ പിടിച്ച് തെറി വിളിച്ച് എല്ലാവരെയും സുഖിപ്പിക്കാൻ തുഞ്ചത്ത് തൊട്ടിയും. ഗർഭപാത്രത്തിലെ കുഞ്ഞിനെക്കുറിച്ച് പോലും ഇത്രയും അശ്ലീലമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ചീഞ്ഞഴുകിയതായിരിക്കണം കള്ളിയങ്കാട്ട് നീലി. സ്വന്തം ചിന്തയിലും എഴുത്തിലും ഇത്രയും വിഷം നിറയ്ക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സ്വയം ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുക? നിങ്ങൾ ആരായാലും ഈ സമൂഹത്തിന് നിങ്ങളൊരു ശാപമാണ്. ഒരു കളങ്കവുമില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ മാലാഖമാരായാണ് കാണുന്നത്. ഓരോ ഗർഭാവസ്ഥയും കടന്നു വരുന്നത് രണ്ടാം ജന്മം തന്നെയാണ് ഒരമ്മയ്ക്ക്. ഗർഭാവസ്ഥയിലെ ഒരു കുഞ്ഞിനെ അശ്ലീലം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ആ സ്റ്റേജ് കടന്നു വന്നവരാണെന്നുള്ളത് സ്വയം മറന്നുപോകും. നമ്മുടെ അടുത്ത തലമുറ വളർന്നു വരുന്നതും അതുപോലെ തന്നെയല്ലേ? അച്ഛൻ, അമ്മ, കുഞ്ഞ് എന്നീ ബന്ധങ്ങളെ ഇത്രയും വികൃതമായി ചിത്രീകരിക്കുന്ന ഒരാൾക്ക് ഏത് തരം കുടുംബ പശ്ചാത്തലമായിരിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. താൻ സ്വയം ഈ അവസ്ഥയിലായിരുന്നപ്പോൾ സ്വന്തം അച്ഛൻ്റെ പ്രവൃത്തികൾ എങ്ങനെയൊക്കെ ആയിരുന്നു കാണും എന്ന ചിന്തകൾ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നിഗൂഢമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചിന്തിക്കാനും എഴുതുവാനും സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിക്ക് നേരെ നടത്താവുന്ന ഏറ്റവും ക്രൂരമായ വാക്കുകളാണ് കള്ളിയങ്കാട്ട് നീലി എന്ന വ്യാജ ഐഡിക്ക് പിന്നിലിരുന്നു കൊണ്ട് ഈ നരാധമൻ എഴുതി പിടിപ്പിക്കുന്നത്. സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു പിടിച്ച് വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് ഭീരുത്വത്തിൻ്റെ അങ്ങേത്തട്ടാണ്. കള്ളിയങ്കാട്ട് നീലി എന്ന വ്യാജ ഐഡിയുടെ പിന്നിൽ മറഞ്ഞിരുന്ന് അശ്ലീലം ഛർദ്ദിക്കുമ്പോൾ നിന്റെ വൃത്തികെട്ട മനസ്സിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആഴമാണ് ലോകം കാണുന്നത്. ഗർഭപാത്രത്തിൽ വളരുന്ന ഒരു പിഞ്ച് ജീവനെ പോലും ലൈംഗിക വൈകൃതത്തോടെ കാണുന്ന നിന്റെ ചിന്താഗതി മനുഷ്യവർഗത്തിന് തന്നെ അപമാനമാണ്. വാക്കുകളിൽ ഇത്രയും വിഷം നിറയ്ക്കുന്ന നിനക്ക് മാതൃത്വത്തിൻ്റെ പവിത്രതയോ ഒരു ജീവൻ്റെ മൂല്യമോ മനസ്സിലാകില്ല. ആരും അറിയാതെ നമ്മുടെ ഇടയിൽ ഒരുപാട് ഗോവിന്ദച്ചാമിമാരുണ്ട്. അവരുടെ മനസ്സിലാണ് ആദ്യം അശ്ലീലം പിറക്കുന്നത്, പിന്നീടാണ് പ്രവൃത്തികളിൽ. സ്ത്രീ പുരുഷ വേർതിരിവില്ലാതെ പറയാം, അവരിലൊരാളാണ് കള്ളിയങ്കാട്ട് നീലി. അവർ എഴുതിയ ഈ കമൻറ്റ് ഒരു അധിക്ഷേപമല്ല, മറിച്ച് ആ വ്യക്തിയുടെ മനസ്സ് എത്രമാത്രം ജീർണിച്ചതാണ് എന്നതിൻ്റെ തെളിവാണ്. നിന്നെപ്പോലുള്ള മ്ലേച്ഛർ ഒത്തുകൂടുന്ന ആ ദുസ്സംഗീതം നിന്റെ നാശത്തിൻ്റെ തുടക്കമാണ്. ഇരുട്ടിൻ്റെ മറവിൽ നീ ചെയ്യുന്ന ഓരോ അധമ പ്രവൃത്തിക്കും നിന്റെ കർമ്മഫലം നിനക്ക് തക്കതായ മറുപടി നൽകിയിരിക്കും. നീ പരിഹസിച്ച് വിട്ട ഓരോ ജീവൻ്റെയും കണ്ണുനീരിൻ്റെ നിയതി ഈ മുഖംമൂടി അണിഞ്ഞതുകൊണ്ട് നിന്നിലേക്ക് പതിക്കില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ലോകം മുഴുവൻ സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും കാണുന്ന ഒരു ഗർഭസ്ഥ ശിശുവിനെ, കുഞ്ഞു ജീവനെ നിന്റെ ലൈംഗിക വൈകൃതങ്ങളാൽ അഴുക്ക് പുരണ്ട കണ്ണുകളിൽ കൂടി അളക്കാൻ ശ്രമിച്ച നിന്റെ കൈകളിൽ നിനക്കുണ്ടാവുന്ന ഭ്രൂണം പോലും സുരക്ഷിതമല്ല. നിന്റെ നീചകൃത്യങ്ങളുടെ തണലിൽ വളർന്നു വന്ന് നാളെ അത് നിന്നോട് ഇതുപോലൊരു ചോദ്യം ചോദിക്കാതിരിക്കട്ടെ.